അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കൂടുതൽ കണ്ടെയ്നറുകൾ കൊല്ലം ആലപ്പുഴ തീരങ്ങളിൽ അടിഞ്ഞു. കൊല്ലം ജില്ലയിൽ മാത്രം 23-ലധികം കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞു. നിരവധി കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുകയാണ്. കപ്പലിൽ നിന്നുള്ള ഒരു ലൈഫ് ബോട്ടും ശക്തികുളങ്ങരയിൽ അടിഞ്ഞു. ആലപ്പുഴയിൽ ആറാട്ടുപുഴയിലാണ് കണ്ടെയ്നറുകൾ കരയ്ക്കടിഞ്ഞത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കണ്ടെയ്നറുകളിൽ നിന്ന് 200 മീറ്റർ അകലം പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ആദ്യം ശക്തികുളങ്ങരയിലെത്തിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണത്തിലേക്ക് നോക്കാം. പ്രതികരണം: ഒരു ഹസാർഡ്സ് ഉണ്ട്, ആരും അടുക്കരുതെന്നൊക്കെ പറഞ്ഞൊരു അലർട്ട് മെസ്സേജ് ഇപ്പോഴും വാലിഡ് ആണ് ഉണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് എല്ലാവർക്കും ഉള്ള ഒരു സംശയം എന്തായിരുന്നു അതിലെന്നുള്ളൊരു ചോദ്യം. അല്ല, നമ്മളിപ്പോൾ അത് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ഒരു പാനിക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എല്ലാവരും അറിയിക്കുന്നതാണ്. അതായത് ഇത് കസ്റ്റംസ് സീസ് ചെയ്തിട്ടല്ലേ തുടർന്നത്? അതെ 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 ഇനിയിപ്പം ഇതെല്ലാം നമുക്ക് കസ്റ്റംസ് ആക്ട് പ്രകാരം സീസ് ചെയ്തിട്ട് നമ്മൾ ഫർദർ ഡയറക്ഷൻസ് ഏതാണോ ഏജൻസി ഇതിനെ ടേക്ക് ഓവർ ചെയ്യുന്ന അവർക്ക് കൊടുക്കും. അവരതിനെ സേഫായിട്ട് അത് സ്റ്റോർ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു അതെ അതെ സീസ് ചെയ്യണം. ഇന്നിപ്പോൾ അതിന് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കണ്ടെയ്നർ നമ്പേഴ്സ് എടുക്കുന്നേ ഉള്ളൂ. എടുത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളതിൽ കണ്ടൻസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ സീഷർ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. മിഥുൻ മുരളി ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, 23-ലധികം കണ്ടെയ്നറുകൾ കൊല്ലത്ത് മാത്രം തീരത്ത് അടിഞ്ഞിട്ടുണ്ട്. ഇനിയും തീരത്തേക്ക് അടിയുന്ന തരത്തിൽ വളരെ അടുത്ത് തന്നെ കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുന്നതും കാണാൻ കഴിയുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. അപ്പോൾ എന്താണ് വിവരം? ഈ വന്ന കരയ്ക്കടിഞ്ഞ കണ്ടെയ്നറുകളിലുള്ള പരിശോധന എത്രത്തോളം സാധ്യമാണ്? അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ഇതിൽ പരിശോധന നടത്തുന്നത്? ഒപ്പം വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചു എന്നതടക്കമുള്ള മറ്റു വിവരങ്ങളും ലഭിക്കുന്നു. എന്തൊക്കെയുണ്ട്? ഞാനുള്ളത് നീണ്ടകരയ്ക്ക് സമീപത്താണ്. ഇവിടെയും കടലിലുമായി ഒപ്പം കടൽ ഭിത്തിയോട് ചേർന്നുമൊക്കെ കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട്. കണ്ടെയ്നറുകൾ ഈ കടൽ ഭിത്തിയോട് ചേർന്ന് അടിഞ്ഞു കിടക്കുന്ന കാഴ്ചയും ഈ പരിമണം തീരത്ത് നിന്ന് കാണാം. ശക്തമായ കാറ്റും ശക്തമായ മഴയും ഈ പ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നറുകൾ തീരത്തോട് ചേർന്ന് കിടക്കുന്ന കണ്ടെയ്നറുകൾ ഈ ശക്തമായ കാറ്റിൽ കടൽ ഭിത്തിയോട് ചേർന്ന് വന്ന് അടിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് പരിശോധനകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല. മറ്റു പ്രദേശങ്ങളിലുള്ള പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഈ ഭാഗത്തേക്ക് ഉദ്യോഗസ്ഥർ എത്തുക. NDRF അടക്കമുള്ള വിദഗ്ധ സംഘം ഇവിടെ എത്തി പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഇത് ഇവിടുന്ന് നീക്കം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. ഇതിന്റെ കൃത്യമായി തന്നെ ഓരോ പ്രദേശത്തും അടിഞ്ഞിരിക്കുന്ന ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നതിന് അവർ തയ്യാറാക്കിയിരിക്കുന്ന ആ വിദഗ്ധ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പ്രദേശത്തേക്കും വിദഗ്ധ സംഘം എത്തുക. ഇപ്പോൾ അല്പസമയം മുൻപ് കൊല്ലം ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണൻ ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. ഈ പ്രദേശത്തു നിന്നും മുഴുവൻ ആളുകളെയും ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഈ കണ്ടെയ്നറുകൾക്ക് സമീപത്തേക്ക് യാതൊരു കാരണവശാലും ആളുകൾ എത്തരുത് എന്നുള്ള സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കടൽ ഭിത്തിയോട് ചേർന്ന് ഈ കണ്ടെയ്നർ വന്ന് അടിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ്. ഈ സമീപത്തേക്ക് ഒന്നും തന്നെ 200 മീറ്റർ അകലേക്ക് ഒരു കാരണവശാലും ആളുകൾ അടുക്കരുത്. ഏതെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കളോ മറ്റോ ഉണ്ടെങ്കിൽ അത് വെള്ളത്തിൽ ചേർന്ന് പൊട്ടിത്തെറി അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം കർശനമായി തന്നെ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. വീടുകൾ അടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശവുമാണ്. ഈ കടൽ ഭിത്തിയോട് ചേർന്ന് തന്നെ ധാരാളം വീടുകൾ ഈ പ്രദേശത്തുണ്ട്. ഈ പ്രദേശത്ത് ഉള്ള വീടുകളിലുള്ള ആളുകൾക്കെല്ലാം തന്നെ കർശന നിർദ്ദേശം നൽകി ഇവിടെ നിന്നും വീടുകളിൽ നിന്നും അല്പം ദൂരേക്കൊക്കെ അവരെ മാറ്റിയിട്ടുണ്ട്. ഈ കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന അത്രയും സമയം ഈ പ്രദേശത്തേക്ക് വരരുത്, ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അല്പസമയം മുൻപ് വരെ ഈ കണ്ടെയ്നർ എത്തിയിരിക്കുന്നത് കാണുന്നതിന് മറ്റുമായിട്ട് ഈ ഭാഗത്ത് വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഈ ഭാഗത്തുള്ള മുഴുവൻ ആളുകളെയും ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടാണ് ഈ പ്രദേശത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കടലിൽ തന്നെ ഉൾക്കടലിന്റെ ഭാഗത്തു നിന്നും ഈ കടൽ ഭിത്തിയോട് സമീപത്തേക്കും ഇപ്പോൾ കണ്ടെയ്നറുകൾ വരുന്ന കാഴ്ചയും പരിമണം തീരപ്രദേശത്ത് നിന്നും കാണാം. ഒരു കണ്ടെയ്നർ കടൽ ഭിത്തിയോട് ചേർന്നാണ് കിടക്കുന്നതെങ്കിൽ മറ്റു ഭാഗങ്ങളിൽ നിന്നും കടലിൽ നിന്നും ഉൾക്കടലിന്റെ ഭാഗങ്ങളിൽ നിന്നും ഈ കണ്ടെയ്നറുകൾ കടൽ ഭിത്തിയോട് ചേർന്ന തീരത്തേക്ക് അടിഞ്ഞു വരുന്ന വലിയ കാറ്റ് ഉണ്ട്. കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ച് കടൽ ഭിത്തിയോട് ചേർന്ന ഭാഗങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളും ഇവിടെ നിന്നും കാണാം. 20-ലധികം കണ്ടെയ്നറുകൾ കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി അടിഞ്ഞപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ 20-ലധികം എന്ന് കണക്ക് ഇപ്പോൾ പറയുമ്പോൾ അതിൽ കൂടുതൽ കണ്ടെയ്നറുകൾ ഈ ഭാഗത്തേക്ക് കാറ്റിന്റെ ദിശയിൽ എത്തുന്നതിനുള്ള സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്ന കാഴ്ചകളാണ് ഇപ്പോൾ പരിമണം തീരത്ത് നിന്നും കാണാൻ കഴിയുന്നത്. വിവിധ ഭാഗങ്ങളിൽ കടലിന്റെ നടുഭാഗത്തു നിന്നും ആ ഭാഗങ്ങളിൽ നിന്നുമൊക്കെ ഉൾക്കടലിൽ നിന്നുമൊക്കെ ആയിട്ട് കടൽ ഭിത്തിയിലേക്ക് കാറ്റിന്റെ ദിശ അനുസരിച്ച് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളും ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇനി വലിയ രീതിയിലുള്ള പരിശോധനകൾ വേണ്ടിവരും. പല ഭാഗങ്ങളിലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശോധന
പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ എത്തി രാസപരിശോധനകളടക്കം ജലത്തിലുള്ള പരിശോധനകളടക്കം മറ്റ് കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഇതിന്റെ തുടർ നടപടികളിലേക്ക് എന്തായാലും കടക്കുകയുള്ളൂ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ അപായ സൂചന ഉണ്ടാകുന്ന രീതിയിൽ കൊല്ലം ജില്ലയിൽ എവിടെയും കണ്ടെയ്നറുകൾ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള ഒരു പ്രാഥമിക വിവരമാണ് പോലീസിൽ നിന്നും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്നും എല്ലാം ലഭിക്കുന്നത്. അത്ര ഭയാനകമായ സാഹചര്യത്തിലേക്ക് കൊല്ലത്തെ സ്ഥിതി മാറിയിട്ടില്ല. ഒരിടത്തും പലയിടങ്ങളിലും ഒഴിഞ്ഞ കണ്ടെയ്നറുകളാണ് എത്തിയിരിക്കുന്നത് എന്നുള്ള വിവരം ലഭിക്കുന്നു. ഒപ്പം തന്നെ ഭയപ്പെടുത്തുന്ന സാഹചര്യം, ജാഗ്രത ഉണ്ടായാൽ മതി, ഭയപ്പെടുത്തുന്ന സാഹചര്യം എങ്ങുമില്ല എന്നുള്ള ഒരു വിവരവുമാണ്, പ്രാഥമിക വിവരവുമാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്നും മറ്റും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കടൽ ഭിത്തിയോട് ചേർന്ന് കണ്ടെയ്നർ അടിഞ്ഞിരിക്കുന്നതിന്റെ കാഴ്ചയാണ്, ദൃശ്യങ്ങളാണ്. കടൽ ഭിത്തിയോട് ചേർന്ന് തൊട്ടടുത്ത് വീടുകളുണ്ട്. ഈ വീടിനോടൊക്കെ ചേർന്ന കടൽ ഭിത്തിയിലേക്കാണ് ഈ കണ്ടെയ്നർ വന്ന് തിരമാലയിൽ അടിച്ചു നിന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വലിയ ശക്തമായ കാറ്റാണ് ഇവിടെ വീശിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ തിരമാലയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ തിരമാലയിലും ഈ കണ്ടെയ്നർ, ഇപ്പോൾ തീരത്ത് അടിഞ്ഞിരിക്കുന്ന കടൽ ഭിത്തിയോട് ചേർന്ന് അടിഞ്ഞിരിക്കുന്ന കണ്ടെയ്നർ ഓരോ വലിയ തിരമാല വരുമ്പോഴും ശക്തമായി തന്നെ കടൽ ഭിത്തിയിലോട് ചേർന്ന് വരുന്ന കാഴ്ച കാണാം. ഒപ്പം മറ്റു ഭാഗങ്ങളിൽ ദൂരയിൽ നിന്നും കടൽ ഭിത്തിയോട് ചേർന്ന് കണ്ടെയ്നറുകൾ ഒഴുകി വരുന്നുമുണ്ട്. എത്ര കണ്ടെയ്നറുകൾ ഇതിനോടകം തന്നെ കൊല്ലത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി എത്തി എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കണക്കുകളേക്കാൾ കൂടുതൽ ആകാനുള്ള ഒരു സാധ്യതയും ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പരിമണം തീരത്തു നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് ആളുകളെ ഒന്നും ഈ കണ്ടെയ്നർ അടിഞ്ഞിരിക്കുന്നതിന്റെ സമീപ പ്രദേശങ്ങളിലേക്കൊന്നും എത്താത്ത രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ മാറ്റിയിട്ടുണ്ട്. അതീവ ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകളെ തൊട്ടടുത്ത് താമസിക്കുന്ന വീടുകളിലെ ആളുകളെ അടക്കം മറ്റു ഭാഗങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഇതിന് സമീപത്തേക്ക് എത്തരുത്, ഏതെങ്കിലും തരത്തിൽ അപായം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിക്കുന്നു. കൊല്ലം ജില്ലാ പോലീസ് മേധാവി അടക്കം ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. അടുത്ത ഘട്ടത്തിൽ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ, വിദഗ്ധ സംഘം ഇവിടെ എത്തി പരിശോധനകൾ നടത്തും. അത് ഓരോ തീരത്തു നിന്നും പരിശോധനകൾ നടത്തി ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഇവിടേക്കും എത്തുക. അത് അടുത്ത ഘട്ടത്തിൽ ഉണ്ടാകും എന്നുള്ള അറിയിപ്പ് നിർദ്ദേശം നൽകിയിട്ടാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കിയതിനു ശേഷം ഇവിടെ നിന്നും മടങ്ങിയത്. എന്തായാലും ശക്തമായ കാറ്റാണ് വീശുന്നത്, ശക്തമായ തിരമാലയുണ്ട്, മഴയുമുണ്ട്. അതുകൊണ്ട് കൂടുതൽ കണ്ടെയ്നറുകളും ഈ തീരത്തേക്ക് അടുക്കുന്നതിനുള്ള സാധ്യതയാണ് ഉള്ളത്. മനോജിലേക്ക് പോകാം. മനോജ്, ഒരു ലൈഫ് ബോട്ട് അടക്കം കരയിൽ അടിയുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ശക്തികുളങ്ങരയിലാണ് ലൈഫ് ബോട്ട് വന്നിരിക്കുന്നത്. അതേസമയം ചില കണ്ടെയ്നറുകൾ കപ്പലിനൊപ്പം താഴ്ന്നു പോയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുമുണ്ട്. പക്ഷെ അത് ഏതൊക്കെയാണ് എന്ന് വ്യക്തമല്ല. അതിൽ 13 എണ്ണത്തിലാണല്ലോ അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നത്. അതിലേതൊക്കെയാണ് എന്ന് തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ ഉണ്ടോ, അതിനുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ ലൈഫ് ബോട്ട് അടക്കം കരയ്ക്കടിഞ്ഞതോടെയുള്ള വിലയിരുത്തൽ എന്താണ്? അവിടെയും ഉദ്യോഗസ്ഥരുണ്ടല്ലോ. തീർച്ചയായും വീണ 640 കണ്ടെയ്നറുകളാണ് ഈ സ്ഥിതി ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ ശേഷം ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് ഇതിൽ 13 എണ്ണത്തിൽ മാത്രമാണ് ഈ അപകടകരമായിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റ് ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് കരയ്ക്കടിഞ്ഞതോടുകൂടി തന്നെ ഈ കണ്ടെയ്നറുകളെല്ലാം പരിശോധിച്ച് വരികയാണ്. ഈ കണ്ടെയ്നറുകൾക്ക് സമീപത്ത് തന്നെ ഈ വാട്ടർ സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട്. വാട്ടർ സാമ്പിളുകളൊക്കെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം നാളെയോടുകൂടി തന്നെ റിസൾട്ട് ലഭിക്കും. എന്തെങ്കിലും കണ്ടന്റ് ഈ ഭാഗത്തേക്ക് അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കും. ഇപ്പോൾ കണ്ടതിൽ കൂടുതൽ ഈ കണ്ടെയ്നറുകളും കാലിയാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാലിയായിട്ടുള്ള, അതായത് കടൽ തിരകളിൽപ്പെട്ടും ഈ കടൽ ഭിത്തിയിൽ ഇടിച്ചുമൊക്കെ ഈ കണ്ടെയ്നറുകൾ തകർന്നിട്ടുണ്ട്. ഇതിൽ പലരും പകുതി ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന വസ്തുക്കളൊക്കെ തന്നെ കടലിൽ പോയിട്ടുണ്ട്. ചില അതായത് കരുനാഗപ്പള്ളി ചെറിയഴീക്കിലൊക്കെ അടിഞ്ഞ ഈ കണ്ടെയ്നറിന് ഉള്ളിലുണ്ടായിരുന്ന ചാക്കുകെട്ടുകൾ ഒരു ഭാഗത്തേക്ക് അടിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ നേരിട്ട് തന്നെ കണ്ടതാണ്, ഒരു കണ്ടെയ്നറിൽ നിന്നും തേയില പോലുള്ള പൊടി അത് കടലിലേക്ക് പോകുന്ന ഒരു കാര്യം. അത് തേയിലയുടെ മണം തന്നെയായിരുന്നു അപ്പോൾ ഉണ്ടായത്. അങ്ങനെയുള്ള വസ്തുക്കളും ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഇവിടെ എത്തുന്ന ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. പരിശോധന നടക്കുമ്പോഴോ അല്ലെങ്കിൽ കണ്ടെയ്നറുകൾ ഈ തീരത്തേക്ക് അടിയുമ്പോഴോ അവിടേക്ക് ആളുകൾ പോകാൻ പാടില്ല. 200 മീറ്ററിലധികം അകലം പാലിച്ചു വേണം നിൽക്കുവാനുള്ള നിർദ്ദേശം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുന്നു. അതോടൊപ്പം തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എത്തി അത് സ്വീസ് ചെയ്തതിനു ശേഷം മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ഇവിടെയുള്ള മറ്റുദ്യോഗസ്ഥർക്കൊന്നും തന്നെ ഈ കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യുവാനോ അല്ലെങ്കിൽ അത് മറ്റു നടപടികളിലേക്ക് പോകാനുള്ള
അനുവാദമില്ല. അത് കസ്റ്റംസ് തന്നെ നേരിട്ട് ഇടപെട്ട് ഈ കാര്യങ്ങളെല്ലാം തുടർ നടപടികൾ പൂർത്തീകരിക്കണമെന്നാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപകടകരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടോ എന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ കടലിൽ താഴ്ന്നുപോയ കണ്ടെയ്നറുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നില്ല. അത്തരത്തിൽ എന്തെങ്കിലും കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ അത് പരിശോധനയിലൂടെ തന്നെ കണ്ടെത്തും. ഏതൊക്കെ കണ്ടെയ്നറുകളിലാണ് ഇങ്ങനെയുള്ള വസ്തുക്കൾ അടങ്ങിയിട്ടുള്ളത് എന്നത് അതിലൊരു കൃത്യത ഇല്ല എന്നുള്ളതാണ്. വരുന്ന ഓരോ കണ്ടെയ്നറുകളും അത് കൃത്യമായി പരിശോധിച്ച ശേഷം അവിടെ നിന്നും നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ആ ഒരു തീരുമാനം. ഇനി എന്തായാലും യോഗത്തിൽ തീരുമാനമുണ്ടാകും. ഓൺലൈൻ വഴി കസ്റ്റംസ് അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളും യോഗം ചേരും. ആ യോഗം ചേർന്നതിന് ശേഷമായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുക. എന്തായാലും കൂടുതൽ കണ്ടെയ്നറുകൾ ഈ മേഖലയിലേക്കൊക്കെ അടിഞ്ഞു കൂടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഴയും ശക്തമാകുന്ന സാഹചര്യം. കാരണം കടലിൽ നിന്നും കരയിലേക്ക് അടിഞ്ഞാൽ മാത്രമേ ഈ കണ്ടെയ്നറുകൾ പരിശോധിക്കാൻ പറ്റുകയുള്ളൂ. കടലിലൂടെ തന്നെ ഒഴുകി നടക്കുന്ന ഒരു സാഹചര്യം, അതായത് ഈ തീരത്തോട് ചേർന്ന് ഒഴുകി നടക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ബോട്ടുകളൊന്നും തന്നെ കടലിലേക്ക് ഇറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് കൂടുതൽ കണ്ടെയ്നറുകൾ ഈ കരയ്ക്ക് അടിഞ്ഞ ശേഷം അതിനെ ചക്കികുളങ്ങരയിലടക്കം വടം കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ അടിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റ് നടപടികളിലേക്ക് പോകുകയുള്ളൂ. എന്തായാലും ഒരു ലൈഫ് ബോട്ട് അടക്കം, അതായത് ഈ കപ്പലിലുണ്ടായിരുന്ന ലൈഫ് ബോട്ട് അടക്കം ഈ തീരത്തേക്ക് വന്നിട്ടുണ്ട്. അതും ഈ കരയിലേക്ക് ഈ ഫയർഫോഴ്സിന്റെയൊക്കെ ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. അവരൊക്കെ ചേർന്ന് കരയിലേക്ക് പിടിച്ചു കെട്ടുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഈ തീരങ്ങളിലൊക്കെ, അതായത് ചവറ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ഈ കരുനാഗപ്പള്ളി, നീണ്ടകര, ശക്തികുളങ്ങര അടക്കം ഉള്ള ഭാഗങ്ങളിൽ ഈ കണ്ടെയ്നറുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ കൂടുതൽ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നുണ്ട് എന്നും നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇനി വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ കണ്ടെയ്നറുകൾ ഈ കാറ്റിന്റെ ദിശയനുസരിച്ച് അല്ലെങ്കിൽ മഴ ഇങ്ങനെ ശക്തമാകുമ്പോൾ ഈ തിരയടിച്ച് ഈ കരയിലേക്ക് വരാനുള്ള സാഹചര്യം ഏറെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായും എല്ലാ മേഖലകളിലും പോലീസിനെ ഇപ്പോൾ വിന്യസിച്ചുകൊണ്ട് ഈ നാട്ടുകാർക്ക് കൃത്യമായിട്ടുള്ള അകലത്തെ പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ മറ്റു നടപടികൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും 20-ലധികം കണ്ടെയ്നറുകളൊക്കെ ഇപ്പോൾ ഈ കരയിലേക്ക് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം അടിഞ്ഞത് കരുനാഗപ്പള്ളി ചെറിയഴികയിലാണ്. അത് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ ഈ ഭാഗത്തേക്ക് കണ്ടെയ്നർ അടിഞ്ഞിരുന്നു. അവിടെ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തി പരിശോധന നടത്തിയ ശേഷം ഓരോ സ്ഥലങ്ങളിലേക്കും എത്തുന്നുണ്ട് എന്നുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് ആ വിവരം ലഭിച്ചിരുന്നു. നീണ്ടകര ഭാഗത്തേക്ക് കണ്ടെയ്നറുകൾ എത്തുന്നുണ്ട് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അവിടെയും നിരീക്ഷണം ശക്തമാക്കിയിരുന്നു എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. വീണ. ഓക്കെ, ശരി. മനോജും മിഥുനും വിവരങ്ങൾ നൽകുകയായിരുന്നു. വിവിധ തീരങ്ങളിലായി 23-ലധികം കണ്ടെയ്നറുകൾ തീരത്ത് അടിഞ്ഞിട്ടുണ്ട്. കൂടുതൽ അവിടെ ഒഴുകി നടക്കുന്നുണ്ട്. ഏതായാലും ഇതിനൊരു ആശങ്ക വരുന്നത് ഈ രാസവസ്തുക്കൾ കടലിൽ കലർന്നിട്ടുണ്ട് എങ്കിൽ, വെള്ളത്തിൽ കലർന്നിട്ടുണ്ട് എങ്കിൽ അതെങ്ങനെ തീരപ്രദേശങ്ങളെ ബാധിക്കുമെന്നുള്ള കാര്യം. മാത്രമല്ല, ചില വസ്തുക്കളൊക്കെ തീരത്തടിഞ്ഞിട്ടുണ്ട്, അതെങ്ങനെ ബാധിക്കും എന്നൊക്കെയുള്ള ആശങ്കയാണ് പലരും പങ്കുവയ്ക്കുന്നത്.